ഹീറ്റ്സ് മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുന്നു. അതിന് മൈക്ക് ഞാൻ സന്തോഷ് വെളിയനാടിലേക്ക് കൈമാറുകയാണ്. നന്ദി മിസ്റ്റർ ജോളി. എതിരേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെപ്പ് വീഗേ വള്ളങ്ങളുടെ ഒന്നാം പാദ പ്രദർശന മത്സരമാണ്. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് 7-ാം നമ്പർ വള്ളം പുന്നത്രപുരയ്ക്കൽ BBC വൈശുംഭാഗം ബോട്ട് ക്ലബ് ലൈജുഎസ് ക്യാപ്റ്റനായുള്ള പുന്നത്രപുരയ്ക്കൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3-ാം ട്രാക്കിലൂടെ 8-ാം നമ്പർ വള്ളം PG കരിപ്പുഴ മഹാത്മാ ബോട്ട് ക്ലബിന്റെ ബിനു ജോൺ ക്യാപ്റ്റനായുള്ള PG കരിപ്പുഴ. ഇങ്ങനെ രണ്ട് വെപ്പ് വള്ളങ്ങളാണ് ഇപ്പോൾ ഈ ഇരുകരകളിൽ നീങ്ങി നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് 10,000കണക്കിന് കാണികളെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് ജലോത്സവങ്ങളുടെ ജലോത്സവമായ ജലോത്സവ ലോകത്തിന് തുടക്കം കുറിക്കുന്ന മൂലം ജലോത്സവത്തെ ധന്യമാക്കിക്കൊണ്ട് ഈ പമ്പയുടെ ഇരുകരകളിൽ നീങ്ങി നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് കാണികൾ അങ്ങനെ ആവേശഭരിതരായി ഈ വെപ്പുവള്ളങ്ങളുടെ മത്സരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം ട്രാക്കിൽ വള്ളമില്ല. 2-ാം ട്രാക്കിലൂടെ വരുന്ന 7-ാം നമ്പർ പുന്നത്തിരപ്പുറയ്ക്കലാണോ അതോ PG കരിപ്പുഴയാണോ? ഇപ്പോൾ ഒരു വള്ളം മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ 2-ാം ട്രാക്കിലൂടെ പുന്നത്തിരപ്പുറയ്ക്കൽ, 3-ാം ട്രാക്കിൽ PG കരിപ്പുഴ. ഇങ്ങനെ രണ്ട് വള്ളങ്ങളാണ് കടന്നു വരേണ്ടത്. അത് പ്രദർശന മത്സരമാണെങ്കിൽ പോലും ഈ മത്സരത്തിന്റെ ഒട്ടും ആവേശം ചോരാതെ തന്നെ ഈ വള്ളംകളികൾ, ഈ ജലമേളകൾ കുട്ടനാടിന്റെ ആവേശമാണ്. കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ സിരകളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ വള്ളംകളിയുടെ ആവേശം. ഇത് ഞങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. ഇത് മത്സരമല്ലെങ്കിൽ പോലും പ്രദർശനമാണെങ്കിൽ പോലും ഇത് ജലമേളയാണ്. ജലമേളയിൽ പങ്കെടുക്കുക എന്നതാണ് ഓരോ കുട്ടനാട്ടുകാരന്റെ ആവേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതേ 7-ാം നമ്പർ വള്ളം പുന്നത്രപുരയ്ക്കൽ അതിമനോഹരമായി തുഴയെറിഞ്ഞുകൊണ്ട് ഈ മൂലം ജലോത്സവത്തെ ധന്യമാക്കിക്കൊണ്ട് BBC വൈശുംഭാഗം ബോട്ട് ക്ലബിന്റെ പുന്നത്രപുരയ്ക്കൽ അവരങ്ങ് കടന്നു വരികയാണ്. അതെ, അതിമനോഹരമായി തന്നെ തുഴയെറിഞ്ഞുകൊണ്ട് അവരങ്ങ് കടന്നുപോയിരിക്കുന്നു. ഓവർ ടു ജോളി. ജോളി ശ്രദ്ധിക്കുക. സാംസ്കാരിക ഇനിയിപ്പോ ഇടവേളയാണ്. ഇടവേളയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം